29 വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം കരസേനയിലെ റെജിമെന്റ് ഓഫ് ആർട്ടിലറി 162 മീഡിയം റെജിമെന്റിൽ നിന്നും വിരമിച്ച് ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയ സുബേദാർ മേജർ അനിൽകുമാർ എസിന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഭരണിക്കാവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സ്വീകരിച്ചാനയിച്ച് ഭരണിക്കാവ് കോമല്ലൂരിലുള്ള വസതിയിലേക്ക് എത്തിച്ചു. 29 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം കരസേനയിലെ റെജിമെന്റ് ഓഫ് ആർട്ടിലറി 162 മീഡിയം റെജിമെന്റിൽ നിന്നും വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സുബേദാർ മേജർ ഓണററി ക്യാപ്റ്റൻ അനിൽകുമാർ എസിന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഭരണിക്കാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് ഭരണിക്കാവ് കോമല്ലൂരിലുള്ള വസതിയായ തോണ്ടാലിൽ ശ്രീനിലയത്തിലേക്ക് എത്തിച്ചു. തുടർന്ന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഭരണിക്കാവ് യൂണിറ്റ് പ്രസിഡന്റ് റിട്ടയർഡ് ഓണററി ക്യാപ്റ്റൻ വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ സ്വീകരണ ചടങ്ങ് നടന്നു. അദ്ദേഹത്തിന്റെ സർവീസ് ഉദ്ഘാടനങ്ങളിൽ ഏതെല്ലാം മോശം ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം രേഖയാണ് അദ്ദേഹം ബെസ്റ്റ് കേരളത്തിലായിരുന്നു, ബെസ്റ്റ് തുടർന്നായിരുന്നു. ഏത് കാര്യത്തിലും 100% തികച്ചും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വളരെ യങ് എനർജറ്റിക്, അതായത് വളരെ യൗവനയുക്തനായ, വളരെ ഊർജ്ജസ്വലനായ, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ അനിൽകുമാർ എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു വിഷമവുമില്ല. ഈ ചൊല്ലിൽ കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സമയം മുതൽ സാറിനെ സ്വീകരിച്ച് കൊണ്ടുവരുന്ന സമയം വരെയും മഴയില്ലാതെ ഇപ്പോഴാണ് ചെറിയൊരു മഴയുടെ അസ്വസ്ഥതയുണ്ടായത്. നീണ്ട 29 വർഷം ശിപ്പായിൽ നിന്നും സുബേദാർ മേജർ ഓണറി ക്യാപ്റ്റൻ. ഈ കാലയളവിനുള്ളിൽ 29 വർഷത്തെ കാലയളവിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലും എനിക്ക് സെർവ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. പല അപ്പോയിൻമെന്റുകളിൽ ഞാൻ അവിടെ സെർവ് ചെയ്തു. ഞാൻ എൻ്റെ 29 വർഷത്തെ കാലയളവിനുള്ളിൽ ഓപ്പറേഷൻ റൈനോ, ഓപ്പറേഷൻ വിജയ് യാനിക്ക് കാർഗിൽ ലഡായി ജവാബ് എല്ലാം നിങ്ങൾ കേട്ട് കാണും, OP പരാക്രം, OP വിജയ് സ്റ്റാർ, OP മെഹദൂദ് ഓർ ലാസ്റ്റ് OP സിന്ധു, ഈ എല്ലാ ഓപ്പറേഷൻ്റെയും ഭാഗമാകാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. ഈ ഒരു നിമിഷം ഏതൊരു സൈനികനെയും പോലെ തന്നെ എനിക്ക് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം 29 വർഷത്തെ സേവനം കഴിഞ്ഞ്, രാജ്യസേവനം കഴിഞ്ഞ് ഞാൻ തിരികെ നാട്ടിലെത്തുമ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന ഈ സ്നേഹാദരം, ഈ സ്നേഹം, ഈ സ്വീകരണം, ഈ റെസ്പെക്ട്, ഇത് എന്നെ കൂടുതൽ ഇമോഷണൽ ആക്കുവാണ്. യൂണിറ്റ് സെക്രട്ടറി രാജേന്ദ്രൻ പിള്ള KB സ്വാഗതം പറഞ്ഞു. KCSL ഭരണിക്കാവ് യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് അന്നമ്മ വർഗീസ്, 5092 നമ്പർ ശ്രീദേവി വിലാസം NSS കരയോഗം കോമല്ലൂർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സേതു മോഹനൻ പിള്ള എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഭരണിക്കാവ് യൂണിറ്റ് നൽകിയ വരവേൽപ്പിന് അനിൽകുമാർ നന്ദി പറഞ്ഞു. തുടർന്ന് സൈനിക ജീവിതത്തിലെ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. യൂണിറ്റ് സെക്രട്ടറി രാജേന്ദ്രൻ പിള്ള KB, ഓർഗനൈസിംഗ് സെക്രട്ടറി സുഭാഷ് ശിവൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. യൂണിറ്റ് അംഗങ്ങൾ, വനിതാ വിംഗ് അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CDN ന്യൂസ്, ചാരിമൂട്.